നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ് ക്യാമ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. എന്നാൽ ഇന്നലെ തന്നെ ഒരു താരം അവിടെ എത്തിക്കഴിഞ്ഞു. ആദ്യമായിട്ട് ഗ്രഞ്ച കബാളിയിലെ ട്രെയിനിങ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നത് കാസമിറോയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ അദ്ദേഹമായിരുന്നു ക്യാപ്റ്റൻ. ഒരുപക്ഷെ വേൾഡ് കപ്പിലും അദ്ദേഹം തന്നെ ടീമിനെ നയിച്ചേക്കും. കാസമിറോ ഇന്നലെ തന്നെ എത്തി. മറ്റ് ഒരു താരവും എത്തിയിട്ടില്ല. ബാക്കി താരങ്ങൾ ഇന്ന് രാവിലെയോടേക്ക് എത്തും. രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം കണക്കാക്കരുത്, ടൈം സോൺ ഡിഫറൻസ് ഉണ്ട്. താരങ്ങളൊക്കെ ഇപ്പോൾ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അവരെത്തും. അതോടൊപ്പമാണ് ആഞ്ചലോട്ടിയും വരുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് ഉച്ച തിരിഞ്ഞിട്ട് അവരുടെ ട്രെയിനിങ് സെഷൻ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഇന്ത്യൻ സമയം വെച്ച് കണക്കൂട്ടരുത്. ഈ ഒരു ടൈം സോൺ ഡിഫറൻസ് ഒക്കെ വെച്ച് നമ്മുടെ സമയം രാത്രിയോട് കൂടിയാണ് അവരുടെ ട്രെയിനിങ് ഒക്കെ ആരംഭിക്കുക. അപ്പോൾ അവരുടെ ഒരു പ്ലാന് വിശദമായിട്ട് നമ്മൾ നോക്കുകയാണ്. കാസമിറോയാണ് ഇപ്പോൾ നേരെ ബ്രസീലിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക്, ടെർസാപോളിസിലുള്ള ഗ്രഞ്ച കബാളി ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റ് താരങ്ങളൊക്കെ ഇന്ന് ഏർലി അവേഴ്സിൽ എത്തും. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്ക്വാഡെല്ലാം എത്തിക്കഴിഞ്ഞതിന് ശേഷം മറ്റ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ആഞ്ചലോട്ടിയും റോഡ്രിഗോ കെയ്റ്റാനയും സിറോ സൗസോയും ഒക്കെ ഇന്നാണ് ക്യാമ്പിലേക്ക് എത്തുന്നത്. അതായത് ഈവൻ കോച്ചും മറ്റുള്ളവരൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ കാസമിറോ അവിടെ എത്തി എന്നർത്ഥം. അപ്പോൾ CBF ഇന്നിപ്പോൾ മത്സരങ്ങളുണ്ടായിരുന്നു ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക്. അപ്പോൾ അതിലൊക്കെ ചില താരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഗ്രഞ്ച കബാളിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാവോ പോളോയിൽ നിന്നും റിയോ ഡി ജനീറോയിൽ നിന്നും താരങ്ങൾ ഗ്രൂപ്പായിട്ട് ആ ഹെലികോപ്റ്ററിൽ കയറിയായിരിക്കും ടെർസാപോളിസിലെ ഗ്രഞ്ച കബാളി ക്യാമ്പിലേക്ക് എത്തുക. ഇതൊരു മൗണ്ടൻ ഏരിയയാണ്. അവിടെയാണ് ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പുള്ളത്. വളരെ മനോഹരമായൊരു സ്ഥലത്താണ്. ഏതായാലും ഇങ്ങനെ ഒരു ഹെലികോപ്റ്ററിൽ താരങ്ങൾ എത്തിക്കുക എന്നുള്ള തീരുമാനമെടുത്തത് ഒരു ലോങ് കാർ ജേർണി ഒഴിവാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം താരങ്ങൾ ഇന്ന് തന്നെ അവിടെ ക്യാമ്പിലെത്തുക, എന്നിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഉച്ചതിരിഞ്ഞ് ബ്രസീലിൻ്റെ ട്രെയിനിങ് സെഷൻ വെച്ചിട്ടുള്ളത്. ഏതായാലും ഗ്രഞ്ച കബാളിയിൽ 30-ാം തീയതി വരെ ബ്രസീൽ ടീം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അവർ പനാമയ്ക്കെതിരെയുള്ള മത്സരത്തിനായിട്ട് മാറക്കാനയിലേക്ക്, റിയോ ഡി ജനീറോയിലെ മാറക്കാനയിലേക്ക് പോകും. അതാണ് ബ്രസീലിലെ അവരുടെ അവസാന ഫ്രണ്ട്ലി മത്സരം. അത് കഴിഞ്ഞാൽ അവർ നേരെ US പറക്കും. US വെച്ചിട്ട് അവരുടെ ആദ്യ ഫ്രണ്ട്ലി മത്സരം ഈജിപ്തുമായിട്ടുണ്ട്. അതോടുകൂടി സന്നാഹ മത്സരം കഴിഞ്ഞു. പിന്നെ US വേൾഡ് കപ്പ് മത്സരം മൊറോക്കോക്കെതിരെ ജൂൺ 13 അവർ കളിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.